സോ അടുത്തതായിട്ട് ഡാൻസ് ഡ്രാമ റൗണ്ടിൽ ഈ വേദിയിൽ പെർഫോം ചെയ്യാൻ വരുന്നത് ശ്രീകുട്ടി ആൻഡ് മീനാക്ഷിയാണ്. സോ ലെറ്റ്സ് വെൽക്കം ശ്രീകുട്ടി ആൻഡ് മീനാക്ഷി. സൂപ്പർ അമ്മയും മകളും. ശ്രീ, എന്താ നീ ചെയ്യുന്നേ? നമ്മുടെ വരാൻ പോകുന്ന പൊന്നുമോക്ക് ഒരു കുഞ്ഞുടുപ്പ് തുന്നുക. നിന്നോടല്ലേ ഞാൻ പറഞ്ഞേ നമുക്കൊരു മോൻ മതി, മോൾ വേണ്ട എന്ന്. മോൾ എന്നും ഒരു ബാധ്യതയാണ്. നീ എന്താ ഈ സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നേ? പെട്ടെന്ന് ഇറങ്ങ്, നമുക്ക് ഈ കുട്ടിയെ അബോർട്ട് ചെയ്യാം. ശബ്ദം എനിക്ക് ഒരുപാട് ഇഷ്ടാ. അമ്മ സംസാരിക്കുന്നതെല്ലാം അമ്മയുടെ വയറ്റിൽ കിടന്ന് എനിക്ക് നന്നായിട്ട് കേൾക്കാം. അമ്മേ, അമ്മയ്ക്ക് എന്റെ ശബ്ദം കേൾക്കാവോ? അമ്മേ, ദേ എന്റെ കൈയും കാലും അനങ്ങുന്നുണ്ട്. അമ്മ അറിയുന്നുണ്ടോ? അയ്യോ, അമ്മ എന്താ കരയുന്നേ? അമ്മേ, ഇവരെന്താ ഈ ചെയ്യുന്നേ? അയ്യോ അമ്മ, എനിക്ക് വേദനിക്കുന്നു. എന്തിനാ എന്നെ കൊല്ലുന്നേ? എന്നെ കൊല്ലല്ലെന്ന് പറ അമ്മേ. ഞാൻ ആർക്കും ഒരു ഭാരമാവാതെ എങ്ങനെയും ജീവിച്ചോളാം. എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ കൊതിയാവുന്നു. പറ അമ്മ, എന്നെ കൊല്ലല്ലേന്ന്. കൊല്ലല്ലേ അമ്മേ, കൊല്ലല്ലേ അമ്മേ, കൊല്ലല്ലേ അമ്മേ, കൊല്ലല്ലേ അമ്മേ. ഇത് ജനിക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞതാണ് ഇതിനെ അബോർട്ട് ചെയ്യാമെന്ന്. ഇതിനെ ഞാൻ എവിടെങ്കിലും കൊണ്ട് കളയും, നോക്കിക്കോ. जो उठेगा धड़ से कटेगा, कहाँ पे छिपेगा कहाँ पे बचेगा। जाग जाग भाग भाग, बच सके तो बच ले आज। भी है ये ज़लज़ला है, पूरे जोर पर चला है। किस्मत में है जो लड़ा है, कौन रह सका खड़ा है। सबसे अटल सबसे प्रबल शस्त्र रचित, रक्त चरित चरित, रक्त चरित रक्त चरित, रक्त चरित रक्त चरित, रक्त चरित रक्त चरित, रक्त चरित। പെൺകുഞ്ഞ് ഒരു ശാപമല്ല, അവൾ ഒരു അനുഗ്രഹമാണ്. പെൺകുഞ്ഞ് ഒരു അടിമയല്ല, അവളൊരു മാലാഖയാണ്. ആണെന്നോ പെണ്ണെന്നോ ഉള്ള വേർതിരിവില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്നും ചേർത്ത് പിടിക്കണം. ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും ഒരുപോലെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് വേണ്ടി നാം ഓരോരുത്തർക്കും പ്രയത്നിക്കാം. സേവ് ദ ഗേൾ ചൈൽഡ്, ഷീ വിൽ മേക്ക് യു പ്രൗഡ്. അപ്പോ നമ്മുടെ ഡാൻസ് ഡ്രാമ റൗണ്ടില് ഇവരെപ്പോഴും എടുക്കുന്ന പോലെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് ഈ ഡാൻസ് ഡ്രാമയ്ക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ശ്വേതാജിയോട് തന്നെ ചോദിക്കാം, ഈ ഒരു ഭ്രൂണഹത്യ ആ ഒരു സംഭവമാണ് ഇവര് അടിസ്ഥാനമാക്കി എടുത്തിരിക്കുന്നത്. ഭ്രൂണഹത്യ പ്ലസ് ഗേൾ ചൈൽഡ്. അതെ, ഓക്കെ. അപ്പോ ശ്രീകുട്ടി ആൻഡ് മീനാക്ഷി, നമ്മളുടെ ഏത് റൗണ്ടാണിത്? ഡാൻസ് ഡ്രാമ നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒബ്വിയസ്ലി നല്ല നമുക്കൊരു വേദി കിട്ടുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ, ശ്രീകുട്ടി പോലെ ഒരാൾക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ശ്രീകുട്ടി കണ്ട് അല്ലാതെ അനുഭവിക്കുന്ന, അല്ലാതെ
നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലാതെ നെയ്ബേഴ്സിൻ്റെയോ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന കുറേ കാര്യങ്ങൾ നല്ല നല്ല സബ്ജക്ട്സ് എടുത്തിട്ട് സ്പെഷ്യലി ഒരു ഗേൾ ചൈൽഡിന് വേണ്ടി എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ വേദിയിൽ അത് അവതരിപ്പിച്ച് ആൾക്കാരുടെ അടുത്ത് ആ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന അത് നന്നായിട്ട് ശ്രീകുട്ടി യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തായാലും ഇറ്റ്സ് എ വെരി വെരി ഗുഡ് തിങ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് നമ്മൾ വീണ്ടും കോമ്പറ്റീഷൻ, എപ്പോഴും ഞാൻ കോമ്പറ്റീഷൻ വീണ്ടും വീണ്ടും എന്താ പറയുക നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയണത് ബിക്കോസ് ഇത് ഡാൻസ് ആൻഡ് ഡ്രാമയാണ്. ഓക്കെ, ഡ്രാമ വൈസ് ശ്രീകുട്ടിയും മീനൂട്ടിയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഡാൻസ് ഭയങ്കര കുറവാണ്. ഓക്കെ, ഒബ്വിയസ്ലി ആ ഒരു നമ്മളല്ലേ നമ്മുടെ വിഷമവും നമ്മളുടെ ദേഷ്യവും നമ്മുടെ രൗദ്രഭാവവും സങ്കടവും അതൊക്കെ അതിൻ്റെതായ ഒരു സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, സോ ഐ വോണ്ട് യു ടു ഡാൻസിൽ കുറച്ചും കൂടി വർക്ക് ചെയ്യണം, ചെയ്തേ പറ്റൂ. ബിക്കോസ് ശ്രീകുട്ടിക്ക് താളത്തിൻ്റെ ഒരു ഇതുണ്ട്, അപ്പോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ പെർഫോമൻസ് വൈസ് മോള് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ചെറിയ വാവ, ജനിക്കാത്തൊരു വാവേൻ്റെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാർക്കും ഭയങ്കരമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ്. സ്പെഷ്യലി ഒരു ഗേൾ ചൈൽഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സൗത്ത് സൈഡിൽ അങ്ങനെയൊന്നും പ്രശ്നമില്ല അത്ര, സത്യം പറഞ്ഞ ദൈവത്തിന് അനുഗ്രഹമായിട്ട്. പക്ഷെ നോർത്ത് സൈഡിൽ ഇത് ഭയങ്കര വലിയൊരു എന്താ പറയാ ഒരു നമ്മളില്ലാന്ന് വിചാരിക്കുന്നു, പക്ഷെ ഒളിഞ്ഞും മറഞ്ഞും ഇവിടെയും ഒരുപാട് സംഭവം. അല്ല അതാ ഞാൻ പറഞ്ഞത്, ഈ സൗത്തില് അത്ര ഇല്ലാന്നാ ഞാൻ പറയുന്നത്. നോർത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് വെരി നോർമലായ കാര്യങ്ങളാണ്. ഒരു 24 മണിക്കൂറിൽ 24 കുട്ടികൾ ഇങ്ങനെയാണ് പോകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ നമ്മൾ പറയാം നമ്മളുടെ ദുഷ്മൻ നമ്മളുടെ സ്ത്രീകൾ തന്നെയാണ്. ബിക്കോസ് ഒരു അമ്മ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഒന്ന് നിന്നത് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടീനെയും നമ്മൾ കൊല്ലാൻ സമ്മതിക്കില്ല. ഈ അച്ഛനോ അല്ലാതെ ഈ ആണോ അല്ലാതെ ഈ അപ്പൻ ചെയ്യണ കാര്യങ്ങൾ അവരും ഒരു അമ്മേന്റെ വയറ്റിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അത് അവർ മറക്കുകയാണ്. പക്ഷെ ഐ തിങ്ക് ഗേൾ ചൈൽഡ് ഇസ് ദ ബെസ്റ്റ് തിങ്, യുനോ. എന്തായാലും സബ്ജക്ട് വൈസും പെർഫോമൻസ് വൈസും നിങ്ങൾ രണ്ടാണ് കിഡിലനായ ഒരു സബ്ജക്റ്റാണ്. ഐ എം സോ ഹാപ്പി. ഡാൻസ് ആൻഡ് ഡ്രാമ. ഓക്കെ, ഇനിയാണ് എനിക്ക് എന്ത് കിട്ടിയാലും സന്തോഷമാണ്. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷേ ഐ ജസ്റ്റ് വാണ്ട് ടു പാസ് സം ഗുഡ് മെസ്സേജസ് ടു പീപ്പിൾ. അപ്പോൾ പ്യൂർലി കോമ്പറ്റീഷൻ വൈസ് ഇതിന് മുമ്പത്തെ റൗണ്ടിൽ ശ്രീകുട്ടി നന്നായി പെർഫോം ചെയ്ത റൗണ്ട്സ് ആണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പൊ നല്ല വൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട്, അതായത് നമുക്ക് മീനൂട്ടിയുടെ എക്സ്പ്രഷൻ കാണുന്ന എല്ലാവരും അറിയാണ്ട് ഒന്ന് സങ്കടപ്പെട്ടു പോകും. അതുപോലെ നല്ല ക്യൂട്ടായിട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടു ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ കോമ്പറ്റീഷൻ ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഇടയ്ക്ക് മാർക്ക് കുറയും, ഇടയ്ക്ക് മാർക്ക് കൂടുതൽ കിട്ടും. അതൊന്നും ഓർത്ത് വിഷമിക്കരുത് കേട്ടോ. എപ്പോഴും ഹാപ്പി ആയിട്ട് ജിൽന്ന് നിൽക്കണം. ഓക്കെ, എന്തോ ഓടലോ എനിക്ക് അറിയാം, ഓൾറെഡി എനിക്കറിയാം. അതെ, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിക്കും അല്ലേ. നമ്മൾ എപ്പോഴും ഫസ്റ്റ് ആവോ? ഇല്ല. എപ്പോഴും ലാസ്റ്റ് ആവോ? ഇല്ല. എപ്പോഴും നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നന്നായി ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, സൂപ്പർ.